അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മുട്ടപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടപ്പത്തിരിയാണ്. ഈ പത്തിരി നിങ്ങൾക്ക് പലർക്കും പരിചയം കുറവായിരിക്കും, കാരണം ഇത് അധികം ആരും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കണ്ണച്ച പത്തിരിൻ്റെ ഉള്ളിൽ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു എഗ് ഫില്ലിങ് വരുന്ന നല്ലൊരു പത്തിരിയാണ്. ഇത് നിങ്ങൾക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ സെർവ് ചെയ്യാം. പിന്നെ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് നമ്മൾ സ്പെഷ്യൽ മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ മൈദ ഇങ്ങനെ കുമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, വടിച്ചിട്ടല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ പൊടി കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അത് കുഴച്ചിട്ട് വേണം നമ്മൾ സോഫ്റ്റാക്കി എടുക്കാൻ. പിന്നെ നമ്മളിതിൽ നെയ്യും ചൂടുവെള്ളമൊക്കെ ചേർത്തിട്ടാണല്ലോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ലൂസായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. മാവ് ലൂസായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സോഫ്റ്റ്നെസ്സിലാണ് മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. വല്ലാതെ സോഫ്റ്റും അല്ല എന്നാൽ വല്ലാതെ ഹാർഡും അല്ലാത്തൊരു രീതിയിൽ. ഇനി ഇതിവിടെ മൂടി വെക്കാം. ഇനി ഇത് നമ്മൾ പത്തിരിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അത്യാവശ്യം എരിവ് വേണം, എന്നാലാണ് ഈ പത്തിരി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാം. ഇനി ഇതെല്ലാം നല്ല പൊടിയായിട്ട് അങ്ങോട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. നമുക്കിനി 3 മുട്ട വേണം. അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. ഞാനിപ്പോൾ ഇത്ര ഉള്ളി ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഉള്ളി ഇത്ര അധികം ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത്ര അധികം ചേർക്കണം എന്നില്ല. അതേപോലെ തന്നെ പച്ചമുളകും. പക്ഷേ എനിക്ക് കുറച്ച് നല്ല എരിവിലും കുറച്ചധികം ഉള്ളി ചേർത്തിട്ടൊക്കെയാണ് ഇഷ്ടം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഉള്ളിയും കൂടെ ചേർക്കാമെന്ന് വിചാരിക്കണം. ഉള്ളി അധികമായിട്ടൊന്നുമില്ല, അപ്പോൾ അതും കൂടെ ചേർക്കാണ്. അങ്ങനെ നമ്മളെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫില്ലിങ് ഉള്ളത്. ഇനി നമ്മളെ മാവ് ഒരു 5 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് പരത്തി വെക്കാം. ഇനി ഒരു ഉരുള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ഷേപ്പൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് നമുക്ക് മടക്കി പരത്താനുള്ളതാണ്. നമ്മളെ കണ്ണച്ചപത്തിരിയിലൊക്കെ ചെയ്തല്ലോ, നമ്മൾ സ്ക്വയർ ടൈപ്പിൽ മടക്കിയിട്ട് പരത്തിയെടുത്തല്ലോ, അതേപോലെയാണ് നമുക്കിതിലും മടക്കി പരത്തണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓയിൽ തേച്ചിട്ട് ഇതെങ്ങനെ മടക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് ഇതേപോലെ 2 സൈഡും ഇങ്ങനെ മടക്കിയെടുക്കുക. പിന്നെ ഈ മടക്കിൻ്റെ ഇടയിലും കുറച്ച് ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അത് നമ്മളെ കയ്യിൽ തന്നെ ഓയിൽ ഉണ്ടാവും, അത് തന്നെ തേച്ച് കൊടുത്താൽ മതി. കുറേ അധികം ഒന്നും തേക്കണ്ട. അപ്പോൾ ബാക്കിയുള്ള 2 സൈഡും കൂടെ മടക്കി ഇങ്ങനെ സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എല്ലാ ഉരുളകളും ഇതുപോലെ അങ്ങോട്ട് മടക്കി വെക്കാം. ഇനി നമ്മൾ മടക്കി വെച്ച പത്തിരിയിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ആ മടക്കുള്ള ഭാഗം അടിയിലാക്കിയിട്ട് വെക്കാം കേട്ടോ. പിന്നെ സ്ക്വയർ ഷേപ്പിൽ വെക്കാതെ ഒരു ഡയമണ്ട് ഷേപ്പിൽ വെച്ചിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പരത്തുമ്പോൾ കുറച്ചുകൂടെ നല്ല ഷേപ്പിൽ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളിത് മടക്കി പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ സൈസിലാണ് കേട്ടോ വേണ്ടത്. കണ്ണച്ചപത്തിരിൻ്റെ അത്ര ഒരു സൈസ് വേണ്ട, എന്നാൽ പൂരിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ.
അപ്പോൾ നമ്മൾ 5 പത്തിരികളും ഇതുപോലെ തന്നെ അങ്ങോട്ട് മടക്കി പരത്തി വെക്കാം. ഇനി ഇതാ നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നല്ല വെയിറ്റുള്ള ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്കിതിൽ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റൗവിൽ നിന്ന് ഇളകി പോവാത്ത, മറിഞ്ഞു പോവാത്ത, അത്യാവശ്യം കുഴിയുള്ള നല്ല വെയിറ്റുള്ള ചീനച്ചട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പത്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മടക്കില്ലാത്ത ഭാഗം, അതായത് നമ്മൾ പരത്തിയ ആ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇത് പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ ഓവറായിട്ട് ചൂടുണ്ടാവരുത് കേട്ടോ. ഇതിങ്ങനെ പൊള്ളി തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഈ പത്തിരീൻ്റെ കളറ് കണ്ടോ, ഇത് ഓവറായിട്ട് കുക്കായിട്ടൊന്നുമില്ല. നമ്മൾ തിരിച്ചിട്ട ആ ഭാഗം കുക്ക് ചെയ്തെടുക്കല്ല വേണ്ടത്, നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ ഫില്ലിങ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മളെ ഈ മടക്കൊക്കെ ഇങ്ങനെ പൊള്ളി വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് വേണം ഫില്ലിങ് ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഇതുപോലെ നമുക്ക് ഫില്ലിങ് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ രീതിയിലൊരു സ്പൂൺ കൊണ്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇനി നല്ലോണം ശ്രദ്ധിച്ചോളൂ, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതേ സമയം തന്നെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഭാഗം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറിപ്പോവും. അപ്പോൾ കുക്കായി കഴിഞ്ഞാൽ പിന്നെ എണ്ണ കയറിപ്പോവില്ല. പിന്നെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഒന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നല്ല എളുപ്പമാണ്. പിന്നെ ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഈ ഫില്ലിങ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റേ സൈഡിൽ കൂടെ ഫില്ലിങ് പുറത്തേക്ക് പോകും. ഇനി ഈ സൈഡ് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് നമ്മൾ ഉള്ളിലുള്ള ഫില്ലിങ്ങും കുക്കാവണം, പിന്നെ ആ പത്തിരീൻ്റെ ആ സൈഡും കുക്കായി കിട്ടണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ പത്തിരി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം കുക്കായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയൊന്നും കോരി മാറ്റാം. അപ്പോൾ അതാ ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊള്ളി വന്ന ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടാവണം. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മളിതിലേക്ക് ഫില്ലിങ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളെ പത്തിരി ക്രിസ്പി ആയിട്ടുണ്ടാവരുത്. ക്രിസ്പി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫില്ലിങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പത്തിരി ഇങ്ങനെ പൊളിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഫില്ലിങ് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിൽ കുറച്ച് കുരുമുളകും ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് അതിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നും, പക്ഷേ ഉണ്ടാക്കി നോക്കുക, സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ് വരുന്ന ഒരു നല്ലൊരു പത്തിരിയാണ്. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മൂടി വെക്കരുത് കേട്ടോ. ഇത് നമ്മൾ എന്തെങ്കിലും പാത്രത്തിലൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചാൽ പിന്നെ തണുത്തു പോകും. അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. കുറച്ച് നേരം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഉള്ളിൽ ഇതുപോലെ ഉണ്ടാവും, നല്ലോണം കുക്കായിട്ടൊക്കെ ഉണ്ട്. കഴിയുന്നതും നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യുക, ചൂടോടെ തന്നെ കഴിക്കുക. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കണം, ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മടിക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.